ലോകം സാക്ഷിയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ വിമർശിക്കാൻ വേണ്ടി പുസ്തകമെഴുതിയ ഇടമറുക് അവസാനം എഴുതി എത്തിയത് എവിടെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പവിത്രമായ ജീവിതത്തെപ്പറ്റി വർണ്ണിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ എങ്കിൽ എപിയെ വിമർശിക്കാൻ പേനെടുത്ത മുഴുവൻ ആളുകളും അങ്ങനെ തന്നെ അവർ ചെയ്തിട്ടുള്ളൂ. അവർ പ്രചരിപ്പിച്ച ഒരു പ്രചരണം വരെ പോയിട്ടില്ലെന്ന് മാത്രമല്ല, കാന്തപുരത്തിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയ ആർക്കും അത് കാന്തപുരത്തെപ്പറ്റി മോശമാക്കാൻ എഴുതിയതാണ് എന്ന് വായനക്കാർക്ക് തോന്നിപ്പിക്കാൻ വരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇതിൽ പരാജയപ്പെട്ട മാധ്യമം ജനുവരി 29 ജനുവരി 29 ഞായറാഴ്ച മാധ്യമം AP അബൂബക്കർ മുസ്ലിയാരുടെ മനോഹരമായ ചിത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കാനും കളിയാക്കാനും വേണ്ടി എഴുതിയ പ്രതിച്ഛായ എന്ന കുറിപ്പിൽ നിങ്ങൾ നോക്കൂ, എഴുതി അവസാനം ആ ലേഖനം സമാപിക്കുന്നത് ഇങ്ങനെയാണ്: തലപ്പാവും തൊപ്പിയും കണ്ടിട്ടോ മതപ്രസംഗത്തിലെ അസഹിഷ്ണുതാപരമായ പരാമർശങ്ങൾ കേട്ടിട്ടോ AP ഒരു സാധാരണ മുസ്ലിയാരാണെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കരുത്തുറ്റ ഒരു സംഘാടകനാണ് അദ്ദേഹം. കാരന്തൂരിലെ സുന്നി മർക്കസ് APയുടെ സംഘടനാ വൈഭവത്തിന്റെ മികച്ച ഉദാഹരണമാണ്. ഒരു കാലത്ത് ആരാരും അറിയാതെ ഒരു പള്ളിയിൽ മതാധ്യാപകനായി ഒതുങ്ങിക്കൂടിയ AP ഇന്ന് കേരളത്തിലെ ഒരു വിഭാഗം മുസ്ലിം ജനസാമാന്യത്തിന്റെ കിരീടം വെക്കാത്ത രാജാവായതിന്റെ പിന്നിൽ ഈ വൈഭവം മാത്രമേ ഉള്ളൂ. ഇതിപ്പോ APനെ കുറ്റപ്പെടുത്തലോ മകളി പറയലോ മാധ്യമക്കാരന്റെ എഡിറ്റർക്ക് ഒരുപക്ഷെ കുറ്റപ്പെടുത്തിയതാണ് എന്ന് നിരക്ക് അയാൾ സമാധാനിക്കുന്നുണ്ടാവും. എന്നാൽ അത് കഴിഞ്ഞ് പിന്നീടിറങ്ങിയ 96 ഡിസംബർ 27 AP ഉസ്താദിനെ ഒന്നുകൂടെ കോലം കെടുത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതാൻ തീരുമാനിച്ചു. ഉസ്താദിന്റെ ഫോട്ടോവിന് പകരം കാർട്ടൂന്, ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ തസ്ബീഹ്മാലയും റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനയും വഫിൽ ആഖിറതി ഹസനയും ശരിക്കും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നല്ല ഒരു കാർട്ടൂൺ കൊടുത്തുകൊണ്ട് ഇതിൽ നിങ്ങൾ നോക്കൂ, അവസാനം APനെ പറയുകയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കണമെന്നില്ല. കാരണം അറേബ്യയിൽ ചെന്നാൽ അറബിയിലും, ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും, കാരന്തൂരിൽ മലയാളത്തിലും ചിന്തിക്കുന്നതുകൊണ്ട് ഇന്നോളം കാന്തപുരം വെട്ടിൽ വീണില്ല. മറ്റേ മൊയ്ലിയമാര് ഗൾഫിൽ ചെന്നാലും ബോംബെ ചെന്നാലും നാട്ടിലാരും ഇജ്ജാണ്ടി നീച്ചാ ഞാനൊന്ന് കുത്തിരിക്കട്ടെ എന്നല്ലാതെ അതിലപ്പുറം ഒരക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സുവനീറിൽ തന്റെ സ്വന്തം പണ്ഡിതന്മാരെ ഹെമക്കുകയെന്ന് അവരെ പ്രസിഡന്റ് അസ്ഹരി തങ്ങൾ വിളിച്ചിട്ട് പോലും ഞങ്ങളെ ജില്ലാ സിറാജ് കറസ്പോണ്ടർ ഉമ്മനാക്ക സാധാരണ ഒരു നാടൻ മനുഷ്യനാണ്, അയാൾക്ക് മനസ്സിലായി സിറാജിൽ പിറ്റേന്ന് എഴുതിയപ്പോഴാ മറ്റേ മൂല്യമാർ എവിടെയാതുള്ളതെന്ന് കാട്ടിയാന്ന് പറഞ്ഞു കണ്ടു നോക്കിയത്. അപ്പൊ ചുരുക്കത്തിൽ കാന്തപുരം അങ്ങനെയല്ല. മാധ്യമം പറയുന്നു ഗൾഫിൽ ചെന്നാൽ അറബിയിലും, ഡൽഹിയിൽ ചെന്നാൽ ഉറുദുവിലും, കാരന്തൂരിൽ ചെന്നാൽ മലയാളത്തിലും ചിന്തിക്കുന്നത് കൊണ്ട് അത് ജമാഅത്താരും മുജാഹിദുകളും അങ്ങനെയാ. ഒരു മയ്യത്ത് കൊണ്ടും പേരോണ്ട കേസറ്റ് കേട്ടി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവ് കൊണ്ട് ചിന്തിക്കണം. ഒരു പറയുന്നതിന് ചിന്തിക്കുന്നതിന് പറയാന്ന ഓര് പറയാ. ആ നിലക്ക് പറഞ്ഞതാണ്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എഴുതി പറയുന്നു സഹോദരന്മാരെ. എന്നാൽ കാന്തപുരത്തെ രാഷ്ട്രീയക്കാരനാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കുമോ? സാധിക്കുകയില്ല. ഇരുമ്പും കാന്തവും തമ്മിലുള്ള ബന്ധമാണ് രാഷ്ട്രീയവും കാന്തപുരവുമെന്ന് ആരോപണക്കാർക്കുണ്ടോ ആരോപണക്കാരുണ്ടോ അറിയുന്നു. കാന്തം ഇരുമ്പിനെ ആകർഷിക്കും, എന്നാൽ കാന്തം ഇരുമ്പല്ല. അതേപോലെയാണ് കാന്തപുരം, അദ്ദേഹം രാഷ്ട്രീയക്കാരെ ആകർഷിക്കും, എന്നാൽ കാന്തപുരം രാഷ്ട്രീയക്കാരനല്ല. എന്ന് വെച്ചാൽ മർക്കസിനെയും സുന്നികളെയും ആര് സഹായിക്കുമോ അവരെ കാന്തപുരം തിരിച്ചു സഹായിക്കും. ഇതല്ലാത്ത ഒരു രാഷ്ട്രീയം കാന്തപുരത്തിനില്ല.
കാണുന്നില്ല എന്ന് മാധ്യമം 98-94 ഡിസംബർ 27 വെള്ളിയാഴ്ച എഴുതുമ്പോൾ, അല്ലയോ എന്റെ മൂല്യന്മാര്, ഈ കാന്തപുരത്തെയാണോ നിങ്ങൾ 4 അസൂയാലുക്കൾ കൂടിയിട്ട് ഓനപ്പോലാകണേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ അസൂയ പ്രചരിപ്പിക്കുന്നത്? ഇതൊന്നും വരപ്പോവുകയില്ല. മർക്കസിൽ നിങ്ങളെ പ്രവർത്തകനെ ഞങ്ങൾ തല്ലി എന്ന് പറഞ്ഞ് 4 കുട്ടികൾ ജാഥ നടത്തി നോക്കിയല്ലോ. എന്തുണ്ടായി കേരളത്തില്? രാവിലെ പത്രം വായിക്കണ സാധാരണക്കാരൊക്കെ ചോദിച്ചു, എവിടുന്നാ നമ്മളെ ആൾക്കാരെ മറ്റോര് തച്ചത്? അത് ഓല കോളേജിനാ. അപ്പൊ ഇവര് ചോദിക്ക, എന്തിനാ ഈ നമുക്ക് ഓല കോളേജിക്ക് പോയി? എന്താക്കിയ ഒരു ചായ ഇയാൾ പീടിയെന്ന് രാവിലെ പറയാം. ചായ കുടിക്കാൻ വന്നാണ് രാവിലെ മലപ്പുറത്തൊരു കാക്ക. അപ്പോൾ ആ പത്രം വായിക്കുന്നത് ഏപ്പിക്കാര് ഈക്കക്കാരെ തച്ചു. അപ്പൊ കഥ അറിയാത്ത വയസ്സൻ ചോദിക്കുക, എവിടുന്നാ തച്ചത്? ഓന കോളേജിൽ. അപ്പൊ ഇയാൾ ഉണ്ടാക്കിയ ഒരു ചായ, എത്തിനാ ഈ നമുക്ക് ഓന കോളേജിക്ക് പോയത്? ഇങ്ങനെ നിങ്ങളെ എല്ലാ പ്രചരണങ്ങളും ഇവിടെ നിലനിന്നിട്ടുള്ളൂ. അല്ലാത്ത ഒരു പ്രചരണവും ഇവിടെ നിലപ്പോവുകയില്ല എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ട്, ബഹുമാനപ്പെട്ട കാന്തപുരം എപ്പി അബൂബക്കർ മുസ്ലിയാര് ഞങ്ങൾ കണ്ടെത്തിയ ആശയം, ഞങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മുസ്ലിം കേരളം കണ്ടെത്തിയ ആദർശം, മുസ്ലിം ഇന്ത്യ കണ്ടെത്തിയ ആദർശം, ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം, അതുമായി പോകുന്ന ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇമാതിരിയുള്ള പ്രചരണങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ സാധിക്കുകയില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, സർവ്വാസൂയാലുക്കൾക്കും അസൂയ തീർത്തു കൊടുത്ത് അല്ലാഹു ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.